കോവളത്ത് കോൺഗ്രസിന് കാലിടറിയോ? സൂപ്പർ പ്രൈം ടൈം ആദ്യ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആദ്യം ശ്രീ PS പ്രശാന്ത്, എന്തുകൊണ്ടാണ് കോവളം MLA രാജി വേണ്ട എന്നൊരു നിലപാടിലേക്ക് പാർട്ടി എത്തിയത്? ഒന്നത് രാഷ്ട്രീയപരമായ ഒരു ഗൂഢാലോചനയാണ്. കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കിയ, വളരെ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു ഗൂഢാലോചനയാണ് ഇത്. പ്ലാൻ ചെയ്ത് ആത്മഹത്യാ ശ്രമം നടത്തി ഒരാൾ ആശുപത്രിയിലാവുമോ? പ്ലാൻ ചെയ്ത് എന്ന് പറയാൻ കാരണം, ഒന്ന് ഈ സ്ത്രീയുടെ പശ്ചാത്തലം നമ്മളൊന്ന് പരിശോധിക്കണം. ഈ സ്ത്രീ ആദ്യമായി നമ്മുടെ ബഹുമാനായ വിൻസെൻറ്റിൻ്റെ അടുത്ത് വരുന്നത് തന്നെ ഇതുപോലെ ഒരു ഫോട്ടോ വെച്ച് തന്നെ ആരോ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന പരാതിയുമായിട്ടാണ് ആദ്യമായി ഈ സ്ത്രീ ബഹുമാനായ വിൻസെൻ്റെ അടുത്ത് വരുന്നത്. ആ സ്ത്രീയും ഭർത്താവും കൂടി. അപ്പോൾ സ്ത്രീ സ്വാഭാവികമായും വിൻസെൻ്റ് നെയ്യാറ്റിൻകര DYSPയും പിന്നെ വാൽഡാമരം CA ഒക്കെ വിളിച്ച് സംസാരിക്കുന്നു. അപ്പോൾ CAയുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഈ ബ്ലാക്ക് മെയിൽ ചെയ്ത ഫോട്ടോ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവരും ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഫോട്ടോ എന്ന് വിചാരിക്കുമ്പോൾ മറ്റെന്തോ തരത്തിലുള്ള ഫോട്ടോ എന്നാണ് കരുതുന്നത്. പക്ഷേ ചെന്നപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെച്ചാണ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ വെച്ച് ആ കേസ് അങ്ങനെ പോകുന്നു. അതവിടെ പിന്നെ ബാലരാമപുരത്തെ കേസ് ഡയറിയിലുണ്ട്, കേസ് രജിസ്റ്റർ ഡയറിയിലുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് അല്ലാതെ തന്നെ 2-3 ആരോപണങ്ങളുണ്ട്. ഈ സ്ത്രീയെ സ്ഥിരമായി ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയിരുന്ന പിന്നെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. അത് ഇങ്ങനെ ഭർത്താവും സഹോദരനുമായ അടിപിടിയിൽ അത് കലാശിച്ച് തീർന്നിട്ടുണ്ട്. പിന്നെ ഈ ലാൻഡ് ലോഡ്, ഈ 50 സ്ക്വയർ ഫീറ്റ് കടമുറി പിന്നെ വാങ്ങിയെടുത്ത ലാൻഡ് ലോഡ്, ആ ലാൻഡ് ലോഡ് അതിൻ്റെ പുറകിലാണ് താമസിക്കുന്നത്. ആ ലാൻഡ് ലോഡുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു ലൈംഗികാരോപണം ഉണ്ടായിട്ടുണ്ട്. അതുമായി അടിപിടി നടന്നു. ആ ലാൻഡ് ലോഡിൻ്റെ തലയടിച്ച് പൊട്ടിച്ച കേസുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സ്ത്രീ വിഷാദ രോഗത്തിന് പിന്നെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 99 മുതൽ 2016 വരെ നെയ്യാറ്റിൻകര റോളൻസ് ആശുപത്രിയിലും ഇപ്പോൾ നെയ്യാറ്റിൻകര നിർമ്മല ഹോസ്പിറ്റലും ഈ സ്ത്രീ, അതൊക്കെ ഞങ്ങൾ ഇപ്പോൾ ജാമ്യാപേക്ഷയും മൂവ് ചെയ്തപ്പോൾ അതിനോടൊപ്പം നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജാമ്യാപേക്ഷ ഞങ്ങൾ മൂവ് ചെയ്യുന്നു എന്ന് അറിഞ്ഞത് ഇന്ന് രാവിലെ മൂവ് ചെയ്തു. അതറിഞ്ഞ് മുതലാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി പിന്നെ നെയ്യാറ്റിൻകര പാറശാല SI MLAയുടെ മുറിയിലേക്ക് വരുന്നു. MLA ഒന്ന് പിന്നെ മൊഴിയെടുക്കണമെന്ന് പറയുന്നു. MLA പറയുന്നു 7 മണിക്ക് നമുക്ക് മൊഴിയെടുക്കാം. പ്രശാന്ത്, അതിലേക്ക് വരാം. ഇപ്പോൾ കുറേ കുറ്റങ്ങൾ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. നേരത്തെ ഒരു ലൈംഗികമായി തന്നെ ഒരാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പരാതി പറഞ്ഞ ഒരു സ്ത്രീ മറ്റൊരാൾ വീണ്ടും അങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയാണ് കുറ്റക്കാരി? അല്ല, അതല്ല നമ്മൾ പറയുന്നതിൽ രാഷ്ട്രീയപരമായ ഗൂഢാലോചന ഉണ്ട്. എവിടെയാണ് രാഷ്ട്രീയമായ ഗൂഢാലോചന? ആ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് ശേഷമാണോ അവർ ഗുളിക കഴിച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്? ഞാൻ പറയുന്നത് ഗുളിക കഴിച്ച് അവർ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഈ സ്ത്രീ ഈ ഫോട്ടോയുമായി ആദ്യം കഴിഞ്ഞ 1 വർഷം മുമ്പ് ഈ ഫോട്ടോയുമായി ഇദ്ദേഹത്തിന്റെ അടുത്തെത്തിയത് മുതൽ ഗൂഢാലോചന തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം MLA ആണല്ലോ, MLAയുടെ അടുത്ത് ചെല്ലുന്നു, അയൽവാസിയാണ്, ആ ബന്ധമുണ്ട്. ഇതൊക്കെ പോട്ടെ, പോലീസ് പരിശോധിച്ചത് തെളിവുകളാണ് ശ്രീ പ്രശാന്ത്. എല്ലാ തെളിവുകളും സാക്ഷിമൊഴികളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. താങ്കൾ ഈ പറയുന്ന പോലെ നാടകീയമായി പെട്ടെന്ന് MLA ഹോസ്റ്റലിലേക്ക് പോയി അറസ്റ്റ് ചെയ്തതല്ല. രാവിലെ മുതൽ തന്നെ വാർത്തയുണ്ട്, ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത രാവിലെ മുതലുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇന്നലെ തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട് നാളെ ചോദ്യം ചെയ്യുമെന്ന്, ഇല്ലേ? അപ്പോൾ എവിടെയാണ് നാടകീയത? മറ്റൊന്ന്, ഈ തെളിവുകൾ എന്ന് പറയുന്ന കാര്യം പലതവണ ശല്യം ചെയ്തു എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായിരിക്കുന്നു. 900 തവണ ഇങ്ങനെ മാനസികമായി അസ്വസ്ഥമുള്ള ഒരു സ്ത്രീയെ 900 തവണ എന്തിനാണ് MLA അങ്ങോട്ട് വിളിക്കുന്നത്? ഇങ്ങോട്ട് വിളിച്ച കോൾ അത്രയില്ല. അത് ചുമ്മാ പറയുന്നതാണ്. 900 പോലീസ് കളവ് പറയുന്നു. അല്ല, പോലീസ് കളവ് നമുക്ക് ഞങ്ങളൊരു അതുമായി ബന്ധപ്പെട്ട് ഈ തെളിവുകൾ ഇവർ പറയുന്ന വാക്കുകൾ മാത്രമല്ല, ഫോൺ കോൾ അവർ പരിശോധിച്ചു. ഞാൻ പറയട്ടെ ഫോൺ കോള് ഞങ്ങൾക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അഡ്വക്കേറ്റ് വിൻസെന്റുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകൾ കഴിഞ്ഞ ജൂലൈ മുതലുള്ള ഫോൺ കോളുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ഫോൺ കോളുകളിൽ 80ഓളം പ്രാവശ്യം മാത്രമാണ് വിൻസെന്റ് ഏട്ടൻ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അത് തന്നെ 1 മിനിറ്റ് 50 സെക്കൻഡ് പിന്നെ 40 സെക്കൻഡ്. ഈ മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു സ്ത്രീക്ക് അടുത്തേക്ക് 80 തവണ എന്തിനാണ് വിളിച്ചത്? നിങ്ങൾ പറയുന്ന എണ്ണം വ്യത്യാസമുണ്ടെങ്കിൽ 80 തവണ എന്തിനാണ് അങ്ങോട്ട് വിളിക്കുന്നത്? അല്ല, സ്വാഭാവികമായി അതൊക്കെ വെറും 1 സെക്കൻഡ് 2 സെക്കൻഡ് മിസ് കോൾ ഉണ്ടായിരുന്നു. ഫോൺ ബ്ലോക്ക് ചെയ്തിട്ട് വീണ്ടും വിളിച്ചു, അതും തെളിഞ്ഞിട്ടുണ്ട് പോലീസിന്റെ അന്വേഷണത്തിൽ. ചുമ്മാ പറയുന്നതാണ് പോലീസ്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ആ പാർട്ടിയിലെ ഒരു നേതാവിനെതിരെ ആരോപണം ഉയർന്നാൽ ഇതാണ് വാദം. പരാതിക്കാരിക്ക് മാനസികാസ്വാസ്ഥ്യം അല്ലെങ്കിൽ പരാതിക്കാരി നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു, അതോടെ അവരുടെ സ്വഭാവ ഹത്യ.
എനിക്ക് യാതൊരു അത്ഭുതമില്ല സ്മൃതി. കാരണം ഇത് കഴിഞ്ഞ 10-25 കൊല്ലക്കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ്. ഇങ്ങനെ പരാതി ഉന്നയിച്ചിട്ടുള്ള ഒരു സ്ത്രീ തീർച്ചയായിട്ടും അവൾക്ക് എന്തോ മാനസികാസ്വാസ്ഥയുണ്ട്. ഇപ്പോൾ നോക്കൂ, വലിയൊരു IPS ഓഫീസറുടെ ആത്മകഥയായിരിക്കുന്ന നിർഭയം പോലെയുള്ള ഒരു ടെക്സ്റ്റിൽ പോലും വന്നിരിക്കുന്നത് സൂര്യനെലയിലെ പെൺകുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അവളുടെ സ്വഭാവം നന്നല്ല, അവളുടെ കുടുംബം നന്നല്ല. ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ സ്വഭാവഹത്യ നടത്തുക, അവരുടെ കുടുംബത്തിൻ്റെ ഹത്യ നടത്തുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് വലിയ ഉന്നതരായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ, ലൈംഗികാരോപണമാണെങ്കിൽ അത്, അഴിമതിയാണെങ്കിൽ അത്, അതൊക്കെ തന്നെയും തേച്ചു മായ്ച്ച് കളയാനുള്ള വലിയ ബദ്ധപ്പാടിലാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. പക്ഷേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ചാണ്, ജെൻഡർ സെൻസിറ്റിവിറ്റിയെക്കുറിച്ചാണ്, തങ്ങളുടെ വലിയ തരത്തിലുള്ള അഹിംസയെക്കുറിച്ചാണ്. വാസ്തവത്തിൽ എത്ര ഹിംസാത്മകമായിട്ടാണ് സ്വന്തം സഹജീവിയായിരിക്കുന്ന സ്ത്രീകളോട് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്രയേറെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടും ഇങ്ങനെയുള്ള ഒരു സ്ത്രീ പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസിന്റെയോ CPMന്റെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ വനിതാ സംഘടനകളിൽ പെട്ടിട്ടുള്ള ഒരു സ്ത്രീ പോലും ഇതിനു വേണ്ടിയിട്ട്, ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇവിടെ ഇല്ലാതിരിക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും പാർട്ടിപരമായിട്ട് സംഘടനാപരമായിട്ട് അഫിലിയേറ്റഡ് അല്ലാത്ത എന്നെ പോലെയുള്ള ചില ബലിയാടുകൾ മാത്രമാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വനിതാ നേതാക്കളെ വിളിച്ചിരുന്നു. ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണം ഈ ചർച്ചയിൽ പ്രധാനമായതുകൊണ്ട് അവരെ വിളിച്ചിരുന്നു. അവരല്ലാതെ ഈ വാർത്തകളിൽ പ്രതികരിക്കുകയും നേരത്തെ തന്നെ ഈ അറസ്റ്റിന് മുൻപ് തന്നെ പ്രതികരിച്ചതാണ്, ഈ രാജി വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ചർച്ച, ഒരു വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് അവർക്ക് എത്താൻ പറ്റില്ല, അത് പാടില്ല എന്നുള്ള ഉത്തരവ് പാർട്ടി നേതൃത്വം നൽകിയിരിക്കുകയാണ്. അത് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് അനുവദിക്കപ്പെടാതിരിക്കുന്നത്? അതിൻ്റെ ഉള്ളിൽ അത് ഫൈറ്റ് ചെയ്ത് പുറത്തു വരാതെ എങ്ങനെയാണ് ജനാധിപത്യം ഉണ്ടാവുക? എന്ത് ജെൻഡർ സെൻസിറ്റിവിറ്റിയെ കുറിച്ച് അവർ പറയുന്നത്? എന്ത് നിർഭയ പ്രൊജക്ടിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്? എങ്ങനെയാണ് ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പ് രൂപീകരിക്കുക? എങ്ങനെയാണ് ഇവർ പ്രവർത്തിക്കുക? ഇതുപോലെയല്ല. ഇപ്പോൾ വനിതാ കമ്മീഷൻ ആണെങ്കിലും വനിതാ വികസന കോർപ്പറേഷൻ ആണെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടന, ഏത് രാഷ്ട്രീയ സംഘടനയാകട്ടെ, ഭരണത്തിലിരിക്കുന്നതാവട്ടെ മറ്റതാവട്ടെ, അത്തരം ആൾക്കാർ, അത്തരം സംഘടനകൾ ഈ സ്ത്രീകളുടെ കഴുത്തിൽ കടിഞ്ഞാണിട്ടുകൊണ്ട്, നിങ്ങൾ മൂക്കുകയറിട്ടുകൊണ്ട് ഇങ്ങനെ പറയാവൂ, ഇന്ന ചർച്ചയ്ക്ക് നിങ്ങൾ പോവാ, അവർക്ക് രാജിവെക്കണം എന്നുള്ള അഭിപ്രായമുണ്ടെങ്കിൽ ഇത്തരം ഒരു പൊതു ചർച്ചയിൽ വന്നിട്ട് അഭിപ്രായ രൂപീകരണം നടത്തിക്കൂടാ എന്നുള്ള രാഷ്ട്രീയ അവർ പരസ്യമായി തന്നെ നേരത്തെ പ്രതികരിക്കുകയും അതെല്ലാം വാർത്താ തലക്കെട്ടുകളാവുകയും ചെയ്തിട്ടുണ്ട്. ശ്രീമതി പി ഗീത, ശ്രീ എൻ ഷംസീർ, MLA-യുടെ രാജി ഇപ്പോൾ വേണ്ട എന്ന കോൺഗ്രസ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് പാടില്ല, അത് പറഞ്ഞുകൂടാ, സ്ത്രീകളുടെ ശബ്ദം കേൾപ്പിച്ചുകൂടാ, പറയാനുള്ള കാര്യം പക്ഷെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ കൂടുതൽ ന്യായീകരണം നിരത്താൻ ഒരുപക്ഷെ അവർക്ക് സാധിക്കില്ലായിരിക്കും. പക്ഷേ അതല്ലാത്ത വേദികൾ അവരത് പറയുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ശ്രീ എൻ ഷംസീർ, കോവളം MLA-യുടെ രാജി വേണ്ടതില്ല, ഇപ്പോൾ ഇതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി വിൻസെന്റും പറഞ്ഞു. ഇതിപ്പോൾ കോൺഗ്രസ് നേതൃത്വം അത് തന്നെയാണ് പറയുന്നത്. മറിച്ചുള്ള ശബ്ദങ്ങളെ നിശബ്ദരാക്കുന്നുമുണ്ട്. എന്താണ് CPM ഈ വിഷയത്തിൽ, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കോൺഗ്രസ് പാർട്ടി ഇത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ കുറ്റമായി കാണുന്ന പാർട്ടിയല്ല എന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്ന് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിപ്പോൾ ഒരിക്കൽ കൂടി അടിവരയിടുന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു കോൺഗ്രസിൻ്റെ വക്താവ് വന്ന് പറയുന്നത് ഇവിടെ ഇരയെ മോശക്കാരെ ചിത്രീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇയാൾക്കെതിരെ കേസെടുക്കണം. ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടാൻ പോകുന്നത് ഈ വീഡിയോ ക്ലിപ്പിംഗ് വെച്ചുകൊണ്ട് ഒരു ആരോപണ ഒരു സ്ത്രീ, ഇരയാക്കപ്പെട്ട സ്ത്രീ, ആ സ്ത്രീയെ ആക്ഷേപിക്കുന്ന രീതിയിൽ TV ചർച്ചക്കകത്ത് വന്ന് പറയുമ്പം അത് സ്ത്രീയെ ഇൻസൾട്ട് ചെയ്യുന്നതിന് സമമാണ്. എന്തൊക്കെയോ ആക്ഷേപങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അദ്ദേഹം ആ സ്ത്രീക്ക് അസുഖമാണ്, ആ സ്ത്രീക്ക് വേറെ ചില ബന്ധങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കാൻ പാടില്ല ഒരു ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകൻ. നിങ്ങൾക്ക് പല ഡിഫൻസും പറയാം, പക്ഷേ ഒരു ഇരയെ ഈ രീതിയിൽ ആക്ഷേപിക്കുന്ന രീതി തുടർന്ന് അത് നിയമപരമായി നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കേസെടുക്കണമെന്നാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അത് ആ നിലയിൽ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് നിയമവിദഗ്ധന്മാരെ ആലോചിച്ച് ഈ ചർച്ചയിൽ പങ്കെടുത്ത ആൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, വളരെ ഉത്തരവാദിത്തോടുകൂടി. രണ്ടാമത്തെ കാര്യം, ഗൂഢാലോചന നടത്താൻ ഇദ്ദേഹം ഹൈ പ്രൊഫൈൽ ആണെന്നല്ലോ. കോൺഗ്രസിനകത്ത് ഈ കോവളം MLA എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ കാണുന്നത് കോവളം MLA അതിന് ശേഷമാണ്. അങ്ങനെ ഹൈ പ്രൊഫൈൽ കോൺസ്പിറസി നടത്തി രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ ഇദ്ദേഹം ആരാണ്?
ഇത് പറയണ്ടേ? ഇപ്പൊ കോൺഗ്രസിനകത്തുള്ള ഏറ്റവും ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാവിനെ, ഏറ്റവും ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരാൾക്കെതിരെ, ഉമ്മൻചാണ്ടിക്കെതിരെ, ചെന്നിത്തലക്ക് നേരെ, അല്ലെങ്കിൽ തന്നെ ഇവരുടെ യുവനിരയിൽ തന്നെ കുറെ ആളുകൾ അറിയുന്ന ആളുകൾക്കെതിരെ അത്തരം ഒരു കോൺസ്പിറസിക്ക് ശരിയാണ്. ഇദ്ദേഹത്തെ ആളുകൾ അങ്ങനെ ഒരു ഹൈ പ്രൊഫൈലിൽ കോൺസ്പിറസി നടത്തി ദുർബലപ്പെടുത്തേണ്ട ആളാണോ വിൻസെന്റ്? അല്ല എന്ന് പൂർണ്ണ വിശ്വസിക്കുന്ന ആളാണ്. പ്രധാനപ്പെട്ട ന്യായമാണ്. CPM-ന് എതിരാളിയായി വിൻസെന്റ് MLA അവർ കാണുന്നേയില്ല. മറ്റൊന്ന്, ഇനി അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ കോൺഗ്രസിന് വിജയം അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ആ കാരണം കൊണ്ടാണ് ഈ ന്യായങ്ങളൊക്കെ നിരത്തുന്നത്, ഇരയെ വീണ്ടും വീണ്ടും മോശമാക്കി ചിത്രീകരിക്കുന്നത്. അല്ലെ, ഷംസീർ പറഞ്ഞതിനകത്ത് രാഷ്ട്രീയമായിട്ടൊരു ശരിയുണ്ട്. കാരണം കോവളം MLA നേരത്തെ ഇടതുപക്ഷത്തിരുന്ന നെയ്യാറ്റിങ്കര MLA കോൺഗ്രസ്സുകാർ വശീകരിച്ച് രാജിവെപ്പിച്ച് കൊണ്ടുപോയി വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടത്തി അവിടെ വിജയിച്ചതാണ്. അങ്ങനത്തെ അവിടെ പക്ഷേ ഭൂരിപക്ഷം ഇല്ലായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിന്. ഇവിടെ അങ്ങനെയല്ല. 91 പേരുടെ പിന്തുണയുള്ളപ്പോൾ ഒരു കോവളം MLA അല്ലെങ്കിൽ ഏതൊരു MLA അതിനുവേണ്ടി ഒരു ഗൂഢാലോചന നടത്തേണ്ട പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം കേരള സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയല്ലേ പത്തനംതിട്ടയിൽ ഒരു കൊച്ചു പെൺകൊച്ചിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കുന്ന ഒരു യുവാവ്. ആ കുട്ടി ഇന്ന് മരിച്ചു. ഇന്ന് മരിച്ചിരിക്കുന്നു. ആ വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഭീകരമായ അവസ്ഥ, നടിക്കെതിരെയുള്ള ആക്രമണം. അപ്പോൾ പോലീസിൻ്റെ പോലീസിന് ഇതേ സ്വീകരിക്കാൻ പറ്റൂ, ഈ നടപടിയെ പോലീസിനെ പറ്റൂ. അല്ലെങ്കിൽ നാളെ പോലീസ് പ്രതിക്കൂട്ടിലാവും. ദിലീപിൻ്റെ കാര്യത്തിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് അഴികൾ കിടക്കുകയാണല്ലോ. എന്താ സംഭവിച്ചത്? പോലീസിന് പൂർണ്ണമായി സ്വാതന്ത്ര്യം കൊടുത്തു. പോലീസിൻ്റെ ഉത്തരവാദിത്തമാണത്. അത് പിണറായിയുടെയോ CPM-ൻ്റെയോ അല്ല ഉത്തരവാദിത്തം പോലീസിന് കൊടുത്തു. നിങ്ങൾ അന്വേഷിക്കുക, തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യേ, ഇല്ലെങ്കിൽ വേണ്ട എന്നായിരിക്കണമല്ലോ നിർദ്ദേശം പോയത്. തെളിവ് കണ്ടു, ദിലീപിനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി. ദിലീപ് സാധാരണക്കാരനൊന്നും അല്ലല്ലോ, തേന്മാവിൻ്റെ കൊമ്പത്തിരുന്ന ആളല്ലേ, തേണ്ടി കിടക്കുന്നു ജയിലിൽ. അതേപോലെ വിൻസെന്റിൻ്റെ കാര്യത്തിലും പിണറായി വിജയൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ? ആഭ്യന്തരമന്ത്രിയിൽ എന്തെങ്കിലും കൊണ്ട് കേട്ടോ പിടിക്കണം, അങ്ങനെ ഒരു നിർദ്ദേശവും പോകാൻ സാധ്യതയില്ല. ആ ഒരു ന്യായം നിലനിൽക്കില്ല. മാത്രമല്ല ഈ പറഞ്ഞ ദിലീപിന്റെ വിഷയം ഇപ്പോൾ എടുത്തിട്ടുകൊണ്ട് പറയുകയാണ്, ഗണേഷ് കുമാർ രാജിവെക്കണം, ഈ മുകേഷ് രാജിവെക്കണം, അതായത് ദിലീപിന് വേണ്ടി ശബ്ദമുയർത്തി ഇവരൊക്കെ രാജിവെക്കണമെന്ന് ഉറക്കെ പറഞ്ഞ കോൺഗ്രസ് നേതൃത്വമാണ് ഇപ്പോൾ പറയുന്നത്. അതേപോലെ തന്നെയാണ് ദിലീപിനെയും വിൻസെന്റിനെയും ഒരേ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാം. ഒരു കോൺഗ്രസ് MLA രാജിവെപ്പിക്കാനോ ആരോപണം ഉന്നയിക്കാനുള്ള ഒരു ശ്രമം വന്നാൽ CPM പാഴാക്കുമെന്ന് പറയുന്നത് എന്തൊരു മണ്ടത്തരമാണ്. അവർക്ക് കോൺഗ്രസിനെതിരെ അടിക്കാൻ ഒരു MLA കോൺഗ്രസിനെതിരെ അടിക്കാൻ കിട്ടുന്ന ഒരു ആയുധമാണ്. ഞങ്ങളിത് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞ ചുമ്മയല്ല. ഞാൻ പറയട്ടെ ഒരു കാര്യം, ഇവിടെ BJP-ക്കെതിരെ ഇടതുപക്ഷം CPM നേതൃത്വം ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ BJP പ്രതിക്കൂട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസും കൂടെ ആ യുദ്ധമുന്നണിയിൽ വരേണ്ടതാണ്. ഡൽഹി കണ്ടല്ലോ, രാഷ്ട്രപതിക്ക് തോളോട് തോൾ ചേർന്നാണ്. അത് രണ്ട് വിഷയം. ഇപ്പോൾ ഈ ഷംസീർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കെതിരെ ആരും അത് വന്നോട്ടെ, അതൊക്കെ നമുക്ക് നിയമമായ ആരോഗ്യൻ്റെ കാര്യങ്ങൾ. പക്ഷേ ഷംസീറിൻ്റെ പാർട്ടി ഇന്ന് വരെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ, പി ശശിയുമായി ബന്ധപ്പെട്ട് അന്ന് ഷംസീർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താ വന്നിരുന്നു ഇവിടെ നിർത്തിയത്? നീലലോഹിതദാസൻ നാടാർ പണ്ട് പിന്നെ നമ്മുടെ ഒരു IAS ഓഫീസർക്കെതിരെ കാര്യം പറഞ്ഞു. അന്ന് പിന്നെ MLA സ്ഥാനം രാജിവെച്ചോ? അറസ്റ്റ് ചെയ്തു? മന്ത്രിസ്ഥാനം രാജിവെച്ചില്ല. പക്ഷേ അറസ്റ്റ് ചെയ്തില്ലല്ലോ സാർ. ഇവിടെ അറസ്റ്റ് ചെയ്യുന്നു. ഇവിടെ പിന്നെ വടക്കാഞ്ചേരിയിലെ വടക്കാഞ്ചേരിയിൽ പിന്നെ അജന്തൻ എന്ന് പറയുന്ന കൗൺസിലർക്കെതിരെ ഒരു നയം, ഇര വന്ന് പരസ്യമായി പത്രസമ്മേളനം നടത്തി, ഇപ്പോഴും അതിൽ സ്റ്റാൻഡ് ചെയ്യുന്നു. എന്താ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത്? CPM-ഉം പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്? ഇവിടെ വിൻസെന്റിനെതിരെ വേറൊരു നയം. ഞങ്ങൾ പറയുന്ന അതാണ്. ഇവിടെ സഖാക്കൾക്ക് ഒരു നയം, വിൻസെന്റിന് മറ്റൊരു നയം. അതാണ് ഞങ്ങളുടെ ചോദ്യം. കാരണം ഇവിടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ 11 മണിക്ക് ഈ പറയുന്ന യുവതി പിന്നെ വ്യക്തമായില്ല സ്മൃതി, ചോദ്യം വ്യക്തമായില്ല. ജോസ് തെറ്റിൽ രാജിവെച്ചിട്ടില്ല, പഴയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ജോസ് തെറ്റിൽ കേസുണ്ടോ? എന്റെ ചോദ്യം അതാണ്. വളരെ വിനയത്തോടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം മറുഭാഗത്തിരിക്കുന്ന കോൺഗ്രസ്സുകാരനോട്, ജോസ് തെറ്റിലിന്റെ പേരിൽ കേസുണ്ടോ ഇപ്പോ? കേസ് ക്വാഷ് ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ പോലെ അത്രയും ഓർമ്മയുള്ള ഒരാളല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ കേസില്ല. ഞാൻ പറയുന്നത് അന്ന് കേസ് വന്നില്ലേ, സമാനമായ അദ്ദേഹത്തിന്റെ പേരിൽ കേസില്ല എന്താണ് ഈ വ്യഗ്രത? ജോസ് തെറ്റിലിന്റെ കാര്യത്തിൽ കാണിച്ചില്ല. നിങ്ങൾ എന്തുകൊണ്ട് കാണിച്ചില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഈ കൗൺസിലർ അജന്തനെതിരെ കാണിച്ചില്ല? രീതി പറയാൻ പാടില്ല. കാണിച്ചില്ല. ഞങ്ങൾ പറയാല്ല, ഞാൻ പറയാ. ഷംസീർ പറയൂ. ഒന്നുകിൽ അദ്ദേഹം മാത്രം എന്നെ കൊണ്ട് പറയും. ഞാൻ പറഞ്ഞല്ലോ അറസ്റ്റ് ചെയ്ത ഇവിടെ ജോസ് തെറ്റയിലെതിരെ കേസുണ്ടോ ഇപ്പോ? എങ്കിൽ പറ. അല്ല, ജോസ് തെറ്റയിലെതിരെയുള്ള കേസ് ഹൈക്കോടതി ക്വാഷ് ചെയ്തു.
അന്നുണ്ടായിരുന്നത് നിങ്ങൾ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? തെളിവ് നിങ്ങളെ കയ്യില്ലേ? സർക്കാർ ഉണ്ടായിരുന്നത്, ഞങ്ങളല്ലോ ഭരിക്കുന്നത്. എന്താ അജന്തിനെതിരെ അന്ന് LDF അല്ലല്ലോ ഭരിക്കുന്നത്, നിങ്ങളല്ലേ ഭരിക്കാമായിരുന്നല്ലോ, അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ, ചെയ്തില്ലല്ലോ. നിങ്ങളുടെ ഒരു MLA ചെയ്ത് കൂട്ടിയ തോന്നിവാസത്തെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ചർച്ച ചെയ്ത രീതിയെ ശരിയല്ല.